ഹലോ ഗായ്സ്, ഇൻഷാ ട്രൂത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലയൺ അഥവാ സിംഹത്തെക്കുറിച്ചാണ്. സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തറ ജനുസിൽപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. വലിയ പൂച്ചകൾ എന്നറിയപ്പെടുന്ന 4 ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാര കുടുംബത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ അധിവസിച്ചിരുന്ന ഏറ്റവും വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷക്കാലം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സിംഹങ്ങൾ 20 വർഷം വരെ ജീവിക്കാറുണ്ട്. സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതലും അധിവസിക്കുന്നത്. സിംഹങ്ങൾ സമൂഹ ജീവികളാണ്. ഇവരുടെ കൂട്ടത്തെ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത്. പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങുന്നതാണ് ഒരു പ്രൈഡ്. പെൺസിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടുന്നു. പ്രകൃതിയിലെ പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ ഒന്നായ സിംഹം സാധാരണ മനുഷ്യരെ ആക്രമിക്കാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജികളായി മാറാറുണ്ട്. പരിക്കോ മറ്റ് അവശതകൾ മൂലമോ സാധാരണ ഇരകളെ വേട്ടയാടാൻ പറ്റാതാകുമ്പോഴാണ് ഇവ നരഭോജികളായി മാറുന്നത്. ആൺസിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നു. ഇനി ഇവയുടെ ശരീരപ്രകൃതി പറയാം. ശക്തമായ ശരീരവും ബലമുള്ള താടിയെല്ലും നീണ്ട കോമ്പലുകളുമുള്ള സിംഹത്തിന് വലിയ ഇരകളെ പോലും വേട്ടയാടി പിടിക്കാൻ സാധിക്കും. മഞ്ഞ നിറം മുതൽ കറുത്ത ബ്രൗൺ നിറം വരെയുള്ള സിംഹങ്ങളെ കാണാനാകുന്നതാണ്. ശരീരത്തിന്റെ അടിഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് ഇളം നിറമായിരിക്കും. വാലിന്റെ അറ്റത്തുള്ള രോമക്കൂട്ടം കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുക. തട ഇളം മഞ്ഞ മുതൽ കറുപ്പ് നിറം വരെ കാണപ്പെടുന്നു. മാർജാര വംശത്തിലെ സിംഹങ്ങൾക്ക് മാത്രമേ വാലിന്റെ അറ്റത്ത് ഈ രോമക്കൂട്ടുള്ളൂ. ജനിക്കുമ്പോൾ ഇത് ഉണ്ടാവില്ല. ജനിച്ച് 5 മാസം പ്രായമാകുമ്പോൾ വാലിന്റെ അറ്റത്തെ രോമങ്ങളിൽ വളർച്ച തുടങ്ങുന്നു. സാധാരണയായി ആൺസിംഹത്തിന് 150 കിലോഗ്രാം മുതൽ 225 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺസിംഹത്തിന് 120 കിലോഗ്രാം മുതൽ 150 കിലോഗ്രാം വരെയുമാണ് ഭാരം. കൂട്ടമായി വേട്ടയാടുന്ന മൃഗങ്ങളാണ് സിംഹങ്ങൾ. പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നതിൽ മുന്നിൽ. 30 മീറ്റർ വരെ ഇരയുടെ അടുത്ത് പതുങ്ങിയെത്തിയ ശേഷം മാത്രമേ വേട്ടയാടുകയുള്ളൂ. ഒരേ ഇരയെ തന്നെ പല ദിക്കിൽ നിന്നും പല സിംഹങ്ങൾ ഒരേ സമയത്ത് ആക്രമിക്കുന്നു. ഓടിച്ചെന്ന് ഇരയുടെ പുറത്ത് ചാടി വീഴുകയാണ് ആക്രമണതന്ത്രം. ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കി ചെറിയ ഇരകളാണെങ്കിൽ കഴുത്തൊടിച്ചും വലിയ ഇരകളാണെങ്കിൽ ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക. ശക്തമായ താടിയേല് സിംഹങ്ങളെ ഇതിന് സഹായിക്കുന്നു. കൂട്ടമായി വേട്ടയാടുന്ന സിംഹങ്ങൾക്ക് ഒട്ടുമിക്ക വന്യജീവികളെയും വേട്ടയാടാൻ സാധിക്കാറുണ്ട്. എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ കാട്ടുപോത്ത്, ജിറാഫ്, ആനകൾ എന്നിവയെ ഇവ വേട്ടയാടി ആക്രമിക്കാറില്ല. ഇവയെ വേട്ടയാടുന്നതിനിടയിൽ പറ്റാവുന്ന പരിക്കുകളെ ഭയന്നിട്ടാണിത്. എങ്കിലും ഭക്ഷണ ലഭ്യത വളരെ കുറയുമ്പോൾ സിംഹങ്ങൾ വളരെ വലിയ മൃഗങ്ങളായ ആനകളെയും ജിറാഫുകളെയും വേട്ടയാടുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.